നമസ്കാരം. പ്രധാന വാർത്തകൾ. ലഹരിവേട്ട ശക്തമാക്കി എക്സൈസും പോലീസും. പാലക്കാട് മെത്താഫിറ്റമിനുമായി 2 പേർ അറസ്റ്റിൽ. ജില്ലയിൽ 20 ദിവസത്തിനിടെ ലഹരി കേസിൽ പിടിയിലായത് 333 പേർ. കരുവാരക്കുണ്ടിൽ കാറിൽ സൂക്ഷിച്ച 4000 പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വാണിയംകുളത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരന് മർദ്ദനം. 3 പേർ അറസ്റ്റിൽ. ബൈക്കിലെത്തിയവർ ജീവനക്കാരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു. പുലാമന്തൂർ പാലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിലേക്കും മരപ്പണിശാലയിലേക്കും പാഞ്ഞു കയറി അപകടം. ആളപായമില്ല. കാറും ഒരു ബൈക്കും ഷെഡും അപകടത്തിൽ തകർന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം. CPM വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ള വിതരണത്തിൽ വാട്ടർ അതോറിറ്റി അനാസ്ഥ കാണിക്കുന്നുവെന്ന് നേതാക്കൾ. ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനം. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് സാംസ്കാരിക ഘോഷയാത്ര. വെള്ളിയാർ പുഴയുടെ ഇരുവശവും വൻതോതിൽ കയ്യേറ്റം നടന്നതായി നാട്ടുകാർ. പുഴ പലയിടത്തും തോടായി മാറിയിട്ടുണ്ടെന്നും കയ്യേറ്റങ്ങൾ കണ്ടെത്തി പുഴയെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുന്നു. 28.09 ഗ്രാം മെത്താഫിറ്റമിനുമായി എറണാകുളം, തിരുവനന്തപുരം സ്വദേശികൾ പാലക്കാട് പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. പ്രതികൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ നടക്കുന്ന പരിശോധനയിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും പാലക്കാട് ടൗൺ സൗത്ത് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മണപ്പുള്ളിക്കാവ് വെച്ചാണ് മാരക മയക്കുമരുന്നായ 28.09 ഗ്രാം മെത്താഫിറ്റമിനുമായി തിരുവനന്തപുരം കോവളം സ്വദേശി അജിത്ത്, എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് എന്നിവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. പ്രതികൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. കരുവാരക്കുണ്ടിൽ വൻ ലഹരിവേട്ട. കാറിൽ സൂക്ഷിച്ച 4000-ഓളം പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടി. ഒടുവിൽ പോയ കാർ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2 ലക്ഷം രൂപയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പുത്തനഴി കവലയിൽ വീടിന് സമീപം നിർത്തിയിട്ട മാരുതി ബലേനോ കാറിൽ 4 ചാക്കുകളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. പോലീസിനെ കണ്ട കാർ ഉടമ ഓടി രക്ഷപ്പെട്ടു. പുത്തനഴി സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കാറ്. 3500 പാക്കറ്റ് ഹാൻസ്, 260 പാക്കറ്റ് കൂൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. കാറും കസ്റ്റഡിയിലെടുത്തു. കാർ ഉടമയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിലും ലഹരിവേട്ട ശക്തമായി തുടരുമെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസൻ പറഞ്ഞു. കക്ഷിൻ്റെ കാറാണ്. ആ കാറിൽ നിറയെ ഹാൻഡ്സ്, പാൻപരാഗ്, ഇതുപോലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഹനം പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അത് പരിശോധിച്ചതിലാണ് ഇത്രയും കൂടുതലായിട്ടുള്ള കൂള്, ഹാൻഡ്സ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതിനകത്ത് ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഈ പി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കഞ്ചാവ്, മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. SI അരവിന്ദാക്ഷൻ, ASI വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, സനൂജ്, സുരേഷ് ബാബു, CPOമാരായ രതീഷ് വെണ്ണീരിങ്ങൽ, മനുപ്രസാദ്, അജിത്, സുരേഷ് ബാബു, രതീഷ് തുടങ്ങിയവരാണ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ലഹരിമരുന്ന് കടത്തും വിപണനവും ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ 20 ദിവസത്തിനിടെ പോലീസ് പിടിയിലായത് 333 പേർ. 2025 ഫെബ്രുവരി 22 മുതൽ മാർച്ച് 12 വരെയുള്ള കണക്കാണിത്. ലഹരിമരുന്ന് കടത്തും വിപണനവും ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ നിന്നും കഴിഞ്ഞ 20 ദിവസത്തിനിടെ പോലീസ് പിടികൂടിയത് 333 പേരെ. ലഹരി കണ്ടെത്തുന്നതിനായി പോലീസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ഇവർ പിടിയിലായത്. ലഹരിയുമായി ബന്ധപ്പെട്ട് 328 കേസുകളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. 123 കിലോ കഞ്ചാവ്, 196 ഗ്രാം MDMA, 122 ഗ്രാം മെത്താഫിറ്റമിൻ, 9.2 ഗ്രാം ഹാഷിഷ് ഓയിൽ, ലഹരിക്കായി ഉപയോഗിക്കുന്ന വേദന സംഹാരി, ട്രെമഡോൾ ടാബ്ലറ്റ് എന്നിവയാണ് ഈ കാലയളവിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയതെന്ന് നാർക്കോട്ടിക് സെൽ DYSP അറിയിച്ചു.
വാണിയംകുളത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാരന് മർദ്ദനം. സംഭവത്തിൽ 3 പേരെ ഒറ്റപ്പാലം പോലീസ് പിടികൂടി. വ്യാഴാഴ്ച രാത്രി 9:30 ആക്രമണം നടന്നത്. ബൈക്കിലെത്തിയ മൂവർ സംഘം പെട്രോൾ അടിക്കാൻ പറയുകയും എന്നാൽ തുക കൃത്യമായി പറയാത്തത് സംബന്ധിച്ച് സംസാരത്തിനിടെ മൂന്നാമതിരുന്ന വ്യക്തി ബൈക്കിൽ നിന്നും ഇറങ്ങി ജീവനക്കാരനെ അടിക്കുകയാണ് ഉണ്ടായതെന്ന് പെട്രോൾ പമ്പുടമ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഇന്നലെ നമ്മുടെ പമ്പിൽ വാണിയംകുളത്തെ KM പെട്രോളിയം ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. ഇവിടെ രാത്രി 9:30 മണിക്ക് ഒരു 3 പേര് ഒരു ബൈക്കിൽ വരികയും അവർ 3 പേര് 3 തുകയ്ക്ക് ഇന്ധനം പെട്രോൾ അടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിൽ ഏറ്റവും മുന്നിൽ ഓടിക്കുന്ന വ്യക്തി പറഞ്ഞത് 50 രൂപയ്ക്ക്, അതിൻ്റെ തൊട്ട് പുറകിലുള്ള ആൾ 60, മറ്റൊരാൾ 70, ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ആശയക്കുഴപ്പം നമ്മുടെ പമ്പ് അറ്റൻഡൻറ്റിന് വന്നപ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവർ ഉറപ്പിച്ച് പറയാൻ പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ പേരിൽ ഏറ്റവും പുറകിലിരിക്കുന്ന വ്യക്തി ഇറങ്ങി അവനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. 2 പ്രാവശ്യം മുഖത്തടിച്ചു. ആള് പല്ല് ഇളകുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. അതിപ്പോൾ നിലവിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒറ്റപ്പാലത്തുള്ളത്. എന്താണെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. മാത്രമല്ല കേരളത്തിലുടനീളം മിക്ക പമ്പുകളിലും ഈയിടെയായി ആക്രമണം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. ഇതൊരിക്കലും ഇങ്ങനെ നീണ്ടുപോകാനുള്ള ഒരു സംഗതിയാണ്. അടിയിൽ പനമണ്ണ സ്വദേശിയായ ജീവനക്കാരൻ്റെ പല്ലിന് ഇളക്കം സംഭവിച്ചു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും ജീവനക്കാരൻ ചികിത്സ തേടി. ഇയാളുടെ പരാതിയിൽ വാണിയംകുളം സ്വദേശികളായ അരുണേഷ്, അശ്വജിത്ത്, സാഗർ എന്നിവരെ പോലീസ് പിടികൂടി. ജീവനക്കാരന് ആക്രമണം നേരിട്ടതിൽ പ്രതിഷേധിച്ച് പമ്പടച്ചിട്ട് പ്രതിഷേധിച്ചു. പുലാമന്തോൾ പാലൂരിൽ നിയന്ത്രണം വിട്ട ഫോർച്യൂണൽ കാർ ഹോട്ടലും മരപ്പണി യൂണിറ്റും പ്രവർത്തിക്കുന്ന ഷെഡിലേക്ക് പാഞ്ഞു കയറി. കാർ ഓടിച്ചിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിച്ച കാറും ഷെഡും ഒരു മോട്ടോർ ബൈക്കും അപകടത്തിൽ തകർന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. പുലാമന്തോൾ ഭാഗത്തു നിന്നും കുരുവമ്പലത്തേക്ക് പോകുന്ന ഫോർച്യൂണർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ ഹോട്ടലും മരപ്പണി യൂണിറ്റും പ്രവർത്തിക്കുന്ന ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഷെഡിന്റെ ഇരുമ്പ് പൈപ്പ് ഡ്രൈവർ സീറ്റിനു മുകളിലൂടെ തുളച്ചു കയറിയെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കുരുവമ്പലം സ്വദേശി സമദ് എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത്. കാർ നിയന്ത്രണം വിട്ടയുടൻ ഹോട്ടലിൽ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചതായി ഡ്രൈവർ സമദ് പറഞ്ഞു. സമീപത്തെ മരപ്പണി യൂണിറ്റിലെ തൊഴിലാളിയുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ട ഫോർച്യൂണർ കാറിന്റെ അടിയിൽപ്പെട്ടു. ഷെഡിന്റെ മുൻഭാഗവും തകർന്നു. കാറിന്റെ മുൻഭാഗത്തും സാരമായ കേടുപാടുകൾ പറ്റി. ഹോട്ടലിൽ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെഡിലേക്ക് കാർ ഇടിച്ചു കയറിയത്. ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുക, വാട്ടർ അതോറിറ്റി അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു സമരം നടത്തണമെന്ന് CPM തീരുമാനിച്ചതല്ല. വൃത്തികേടിൻ്റെ ഭാഗം കൂടിയാണ് CPM ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുകയും അതിനാവശ്യമായ ഫണ്ടുകൾ നൽകുകയും അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ചില ആളുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും
അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ സർക്കാരിനെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാനാവശ്യമായിട്ടുള്ള നിലപാടുകൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു രാജഗോപാൽ, കെ രാധാകൃഷ്ണൻ, ബി ധരേഷ്, KP ഹരികൃഷ്ണൻ, അമ്പലപ്പാറ ലോക്കൽ സെക്രട്ടറി CC രാജൻ എന്നിവർ സംസാരിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് പറഞ്ഞു. ആചാരത്തികവും ആഘോഷപ്പെരുമയും സമന്വയിച്ച മണ്ണാർക്കാട് പൂരം ചെട്ടിവേലയോടെ സമാപിച്ചു. പൂരാഘോഷത്തോടൊപ്പം പോലെ തന്നെ ആചാരവും ആഘോഷവും സമ്മേളിക്കുന്നതാണ് ചെട്ടിവേലയും. സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുള്ള ഘോഷയാത്രയ്ക്കൊപ്പം ഒഴുകിയെത്തിയ പുരുഷാരം നഗരത്തിൽ മനുഷ്യസാഗരം തീർത്തു. ഇതര ദേശങ്ങളിൽ നിന്ന് വ്യവസായത്തിനായി മണ്ണാർക്കാടെത്തി സ്ഥിരതാമസമാക്കിയവരെയും കൂടിയും പൂരാഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ചെട്ടിവേല. അതിന്റെ പകിട്ട് ഒട്ടും ചോരാതെ തന്നെ ഇന്നും ആഘോഷിക്കുന്നു. ചെട്ടിവേല ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാനീയ ചെട്ടിയാന്മാരെ അവരുടെ വീടുകളിൽ ചെന്ന് സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. സ്ഥാനീയരെ ആനയിച്ചുള്ള ചെട്ടിവേലയെ അനുഗമിച്ച് വിവിധ ദേശവേലകൾ നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. വാദ്യങ്ങളും ഗജവീരനും ചെട്ടിവേലയ്ക്ക് അകമ്പടിയായി. ദേശവേലകൾക്കൊപ്പം ഒഴുകിയെത്തിയ ഉത്സവപ്രേമികൾ ഉത്സവാരവത്തിന്റെ പേമാരി പേയിച്ചു. ദേശവേലകളുടെ സംഗമം നിമിഷങ്ങൾക്കകം സാംസ്കാരിക ഘോഷയാത്രയായി പരിണമിച്ചു. നെല്ലിപ്പുഴ ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിൽ പുരുഷാരം ഉത്സവലഹരിയിൽ ആർത്തുവിളിച്ചു. വിവിധ വാദ്യങ്ങളും വേഷങ്ങളും കാളകളും വണ്ടിവേഷങ്ങളും പൂതനും തിറയും കാവടിയും പൂക്കാവടിയും വിവിധ പ്ലോട്ടുകളും നിരന്ന സാംസ്കാരിക ഘോഷയാത്ര നഗരത്തിൽ പൂരക്കാഴ്ചയ്ക്ക് വർണ്ണം പകർന്നു. ഘോഷയാത്രയിലെ കരോക്കെ ഗാനമേളയ്ക്കൊപ്പം പുരുഷാരം ആനന്ദ നൃത്തമാടി. പ്രായഭേദമില്ലാതെ തട്ടകത്തിലുള്ളവർ ആഘോഷമായി ആടിത്തിമർത്തു. സന്ധ്യയോടെ നടന്ന ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 7 മണി മുതൽ 8 മണി വരെ ആറാട്ടെഴുന്നള്ളിപ്പ്, തുടർന്ന് 21 പ്രദക്ഷിണത്തോടെ മണ്ണാർക്കാട് പൂരത്തിന് കൊടിയിറങ്ങി. കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ 14 വർഷങ്ങൾക്ക് ശേഷം പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം തോട്ടക്കര കാഞ്ഞിരപ്പുലത്തിങ്കൽ പകിരിത്തൊടി വീട്ടിൽ മുഹമ്മദ് യാസിറിനെയാണ് എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2011 പട്ടാമ്പി വല്ലപ്പുഴ ഗേറ്റിൽ വെച്ച് നടന്ന കൊലപാതക ശ്രമക്കേസിലെ പ്രതിയായ മുഹമ്മദ് യാസിർ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിദേശത്തു നിന്നും നാട്ടിൽ വരവെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പട്ടാമ്പി പോലീസ് എയർപോർട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്റ്റേഷൻ ഇൻസ്പെക്ടർ പത്മരാജൻ PK, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ O, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ദിനേശ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. ഹോട്ടലിലെ മലിനജലം വെള്ളിയാറിലെ താൽക്കാലിക തടയണയിൽ ഒഴുക്കിയതിനെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് JCB ഉപയോഗിച്ച് ഗതിമാറ്റി വിടാനുള്ള ശ്രമം സ്വകാര്യ വ്യക്തികൾ തടഞ്ഞു. പുഴയോട് ചേർന്നുള്ള സ്ഥലം ഇടിയുമെന്ന വാദമാണ് ഇവർ ഉന്നയിച്ചത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തഹസിൽദാരും പോലീസും സ്ഥലത്തെത്തി പ്രവൃത്തി തുടരാൻ നിർദ്ദേശം നൽകി. മാലിന്യം തള്ളിയ തടയണയ്ക്ക് മുകളിൽ മറ്റൊരു താൽക്കാലിക തടയണ കൂടിയുണ്ട്. അവിടെ നിന്നും 100 മീറ്റർ ദൂരത്തിൽ വശം ചേർന്ന ചാലുകീറി അതിലൂടെ വെള്ളം കടത്തിവിടാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. വ്യാഴാഴ്ച രാവിലെ JCB എത്തി പ്രവൃത്തികൾ ആരംഭിച്ചു. എന്നാൽ 50 മീറ്ററോളം ദൂരം ചാല് കീറിയപ്പോഴേക്കും വശത്തെ സ്ഥലം ഇടിയുമെന്ന വാദവുമായി സ്വകാര്യ വ്യക്തികളെത്തി പ്രവൃത്തി തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിനുമിടയാക്കി. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ തഹസിൽദാരും മണ്ണാർക്കാട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നിശ്ചയിച്ച പ്രകാരം ചാല് കീറാൻ നിർദ്ദേശം നൽകി. ഈ സമയത്തും ചിലർ പ്രവൃത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് നാട്ടുകാരെ പ്രകോപിപ്പിച്ചു. പോലീസ് ഇടപെട്ട് നാട്ടുകാരെ അനുനയിപ്പിച്ചു. പ്രവൃത്തി വെള്ളിയാഴ്ച പൂർത്തീകരിക്കുമെന്ന വാർഡംഗം K. സലാം പറഞ്ഞു. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ള ചില ആളുകളുടെ തടസ്സത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വർക്ക് നിർത്തിവെക്കുകയുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറ്റു വിവരം അറിയിച്ച് സെക്രട്ടറി ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയില്ല. പക്ഷെ എന്നാലും മണ്ണാർക്കാട് പോലീസിന് തഹസിൽദാറും വിവരം അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് തഹസിൽദാറും മണ്ണാർക്കാട് CIയും വന്ന് ആളുകളുമായി സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഇന്ന് വീണ്ടും അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ താഴെഭാഗത്ത് തടയണ കെട്ടിയ വർക്ക് പൂർത്തീകരിച്ച് പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക അകറ്റാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3:30യോടെയാണ് മാലിന്യം തുളക്കല്ല് പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ഒഴുക്കിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെളിയാർ പുഴയുടെ ഇരുവശവും വൻതോതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ. പല ഭാഗങ്ങളിലും പുഴ ചുരുങ്ങി തോടായി മാറിയിട്ടുണ്ടെന്നും കയ്യേറ്റങ്ങൾ കണ്ടെത്തി പുഴയെ സംരക്ഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമ്പലപ്പാറ മുതൽ അലനല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളിയാറിന്റെ ഇരുകരകളിലും വ്യാപകമായ കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത്. ഓരോ വർഷം കഴിയും തോറും പുഴയുടെ വീതി കുറഞ്ഞു വരുന്നു. നിലവിൽ പുഴ ചുരുങ്ങി തോടായി മാറി. അടിയന്തര സ്വഭാവത്തിൽ പുഴ അളന്ന് സ്ഥലം തിട്ടപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. വർഷക്കാലങ്ങളിലെ ചെറിയ മലവെള്ളപ്പാച്ചിലിൽ പോലും പുഴ കരകവിഞ്ഞൊഴുകാൻ കാരണവും ഈ കയ്യേറ്റമാണെന്ന പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ അഫ്സൽ ബാബു വട്ടത്തൊടി പറഞ്ഞു. ഈ പുഴ ഈ വെള്ളിയാർ പുഴ മൊത്തത്തിൽ ഇവിടുന്ന് ഏതുവരെ പോകുന്നുണ്ടോ അതിൻ്റെ ഒരു ഭാഗം അലനല്ലൂർ വരെ കയ്യേറ്റമുള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. ഇരു ഭാഗത്തു നിന്നുള്ള സ്വകാര്യ വ്യക്തികൾ പല ഭാഗങ്ങളിലും കയ്യേറിയിട്ട് പുഴയെ വളരെ ചുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയൊരു മഴ വരുമ്പോഴേക്കും വെള്ളപ്പൊക്കവും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പുഴ കയ്യേറ്റം നിർത്തിയാൽ പുഴേൻ്റെ യഥാർത്ഥ വീതിയിലേക്ക് എത്തിയാൽ എത്ര വലിയ മഴ വന്നാലും ഈ പുഴ സാധാരണ ശാന്തമായിട്ട് തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട്. വലിയ അപകടങ്ങളൊക്കെ ഒഴിവാകാൻ സാധ്യതയുണ്ട്. വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായൊരു അളവ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ ഈ പുഴയുടെ കൃത്യമായ അളവ് എടുത്ത് ഈ പുഴ നല്ല രീതിയിൽ ഒഴുകാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്നാണ് നാട്ടുകാരെന്ന നിലക്ക് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. പുഴ സംരക്ഷണ സമിതിക്ക് രൂപം നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നാട്ടുകാർ. ഷൊർണൂർ ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഇനി ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയ ഈ സ്റ്റേഷൻ റെയിൽവേ പൊളിച്ചു നീക്കി. ഷൊർണൂർ ജംഗ്ഷനിൽ എത്താതെ പോകുന്ന ട്രെയിനുകളുടെ പ്രയോജനം യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ടൗണിൽ നിന്നും 2 കിലോമീറ്ററോളം മാറി കാരക്കാട് ഭാഗത്ത് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ചത്. ഷൊർണൂരിന്റെ വൻ വികസനം മുന്നിൽ കണ്ട് 1986 ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ അധ്യക്ഷതയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനാണ് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഷൊർണൂർ ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ പോകുന്ന ട്രെയിനുകളുടെ പ്രയോജനം കൂടി യാത്രക്കാർക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. തുടക്കത്തിൽ ഐലൻഡ് എക്സ്പ്രസിനും ചില പാസഞ്ചർ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ടായിരുന്നു. എന്നാൽ ടൗണിൽ നിന്നും 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് സ്റ്റേഷൻ എന്നതും സുഗമമായ യാത്രാമാർഗം ഇല്ലാതിരുന്നതും സ്റ്റേഷന്റെ ഭാവിയെ ബാധിച്ചു. യാത്രക്കാർ ഇവിടേക്ക് എത്താതായതോടെ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ എടുത്തുകളഞ്ഞ് ടിക്കറ്റ് വിതരണം നിർത്തലാക്കി. ഇതോടെ സ്റ്റേഷന്റെ നാശം തുടങ്ങി. സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ വികസന സമിതിയുടെയും കാരക്കാട് കരുണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയുമെല്ലാം നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും നിവേദന സമർപ്പണവുമെല്ലാം നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഭാരതപ്പുഴ സ്റ്റേഷനെ ഷൊർണൂരുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡ് നിർമ്മാണം എങ്ങും എത്താതെ പോയതും സ്റ്റേഷന്റെ പതനം പൂർണ്ണമാക്കി. ഭാരതപ്പുഴ സ്റ്റേഷനെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ട്
ഷൊർണൂരിൽ ട്രയാങ്കുലർ സ്റ്റേഷൻ എന്ന പദ്ധതിയും വിഭാവനം ചെയ്തിരുന്നെങ്കിലും നടപ്പാകാതെ പോയി. ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് അവശേഷിച്ചിരുന്ന സ്റ്റേഷന്റെ ഭാഗമായ കെട്ടിടവും പൊളിച്ചു നീക്കിയത്. ഇതോടെ ഭാരതപ്പുഴ സ്റ്റേഷനും സ്റ്റേഷനായി നടന്ന പോരാട്ടവുമെല്ലാം ഇനി ചരിത്രം മാത്രം. പട്ടാമ്പി മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തികൾ മുഹമ്മദ് മുഹസിൻ MLA വിലയിരുത്തി. കിഫ്ബിയിൽ നിന്നും 10,50,00,000 രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് ആസ്ഥാനം എന്ന നിലയിലാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. കിഫ്ബിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. പ്രവൃത്തികൾ വെള്ളിയാഴ്ച മുഹമ്മദ് മുഹസിൻ MLAയും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും സന്ദർശിച്ച് വിലയിരുത്തി. 10,50,00,000-ലധികം രൂപ ചെലവഴിച്ചാണ് ടവർ നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. 5 നിലകളായാണ് ടവർ നിർമ്മിക്കുന്നത്. 3 മാസത്തിനകം ടവറിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിഫ്ബി വഴി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവർ. ഈ മുനിസിപ്പൽ ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ്, ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത്. 10,50,00,000-ലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത്. പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്ന നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ റവന്യൂവിനും പുതിയ ആസ്ഥാനത്തിന് വേണ്ടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. G+4 എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം 4 നിലകളും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിനുള്ളത്. ഇത് 3 മാസം കൊണ്ട് ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ റവന്യൂ ടവർ കൂടി ഇങ്ങോട്ട് മാറുന്ന സമയത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അപ്പുറത്ത് റവന്യൂ ടവറിന് വേണ്ടി സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുനിസിപ്പാലിറ്റി സ്ഥലം ലഭ്യമാക്കിയിരുന്നെങ്കിലും സ്ഥലം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതിന്റെ സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ വർക്കായിട്ട് ഇപ്പോൾ നമ്മുടെ റോഡ്, നമ്മുടെ പാലം, കുളപ്പുള്ളി റോഡ്, അതുപോലെ തന്നെ പട്ടാമ്പി പാലം, തിരുവേഗപ്പുറയിലെ കാലടിക്കുന്ന തടയണ, മൂതിക്കയം തടയണ അടക്കമുള്ള നിരവധി വർക്കുകൾ, അതുപോലെ വാടനാംകുറിച്ചി മേൽപ്പാലം, ഇപ്പോൾ നമ്മുടെ വല്ലപ്പുഴ മേൽപ്പാലത്തിന്റെ വർക്ക് ആരംഭിക്കുന്നു, ടെൻഡർ. ഇങ്ങനെ കിഫ്ബിയുടെ നിരവധി വർക്കുകൾ പട്ടാമ്പിയിൽ നടക്കുകയാണ്. കൊടുകൊണ്ട മേൽപ്പാലത്തിനും ഫണ്ട് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ കിഫ്ബിയുടെ വർക്കുകൾ നടക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഇപ്പോൾ മുനിസിപ്പൽ ടവറിന്റെ വർക്ക് നടക്കുന്നത്. ഫുള്ളി എയർ കണ്ടീഷനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ടവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിന്റെ മാതൃക. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും കിഫ്ബിയുടെ വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മുനിസിപ്പൽ ടവറിന്റെ തൊട്ടു സമീപത്തായി റവന്യൂ ടവറും വരാൻ പോവുകയാണ്. ഇതിന്റെ ടെൻഡർ വർക്കുകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. കിഫ്ബി ഉദ്യോഗസ്ഥർ, നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികാരികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പട്ടാമ്പിയിൽ പുതിയ മുനിസിപ്പൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കുമ്പോൾ മുൻ ചെയർമാൻ KSB തങ്ങളെ വിസ്മരിക്കാനാവില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി. നഗരസഭാ മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായ നടപടികൾ തുടങ്ങിയതെന്നും TP ഷാജി സൂചിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടവർ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മടങ്ങിയതിനു ശേഷമായിരുന്നു സ്ഥലത്തെത്തിയ വൈസ് ചെയർമാൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ദീർഘകാലത്തെ ആവശ്യമാണ് വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു മുനിസിപ്പൽ കെട്ടിടം എന്നുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം അന്ന് KSB തങ്ങൾ ചെയർമാനായിരിക്കുന്ന സമയത്ത് അതിന്റെ തറക്കല്ലിടൽ കർമ്മം കൂടി പൂർത്തീകരിച്ചതാണ്. പിന്നീട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ആ സ്ഥലം കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പെരിന്തൽമണ്ണ റോഡിലേക്ക് മാറ്റി അന്ന് 30 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടു നൽകി. പിന്നീട് ആ സ്ഥലം കുറച്ച് കമ്മി ഉണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് 35 സെന്റ് സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മാണം. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് 8,97,00,000 രൂപ പ്ലസ് GST ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ സമയബന്ധിതമായ രീതിയിൽ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും
മനോഹരമായ രീതിയിലുള്ള ഫ്രണ്ട് ഓഫീസുകളും ബാത്റൂം സൗകര്യം ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും KSP തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പട്ടാമ്പിയുടെ വികസനത്തെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതി പട്ടാമ്പിയിലേക്ക് എത്തിച്ചത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത യജ്ഞത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയോട് കൈകോർത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 30 കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി പെരിന്തൽമണ്ണ നഗരത്തെ മാർച്ച് 28 മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കും. ഈ യജ്ഞത്തിൽ നഗരസഭയോടൊപ്പം പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ കൈകോർത്തു. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത കേരളത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ സർക്കാർ അതിൻ്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭ അതിൻ്റെ കൂടെയാണ്. കേരളം 30-നാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പെരിന്തൽമണ്ണ നഗരസഭ മാർച്ച് 28 തന്നെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുക. നമ്മൾ അതിനുള്ള തീവ്രമായ യജ്ഞത്തിലാണ്. ആ യജ്ഞത്തെ വിജയിപ്പിക്കണമെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ അനിവാര്യമായ പിന്തുണ അത്യാവശ്യം. അത് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഈ നഗരത്തെ ഏറ്റവും ഭംഗിയായി പുറത്തെ ആളുകൾക്ക് കാഴ്ചവെക്കേണ്ടത് ഈ നഗരത്തിലെ വ്യാപാരികളാണ്. ഈ നഗരത്തെ വൃത്തിയാക്കണമെന്ന്, നല്ല ഭംഗിയായി സൂക്ഷിക്കണമെന്നും മാലിന്യമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ആദ്യം പറഞ്ഞു നമ്മളോട് സഹകരിക്കേണ്ടത് പൊതുജനങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഈ നഗരത്തിൽ നമ്മളോട് സഹകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിലെ വ്യാപാരികളാണ്. ആ വ്യാപാരികൾ നമ്മൾ ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ പെരിന്തൽമണ്ണ നഗരസഭയുമായി മാലിന്യമുക്തം പരിപാടിയിൽ സഹകരിച്ചിട്ടുണ്ട്. 100% പെരിന്തൽമണ്ണയോടൊപ്പമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. മാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനത്ത് മുൻപന്തിയിലാണ്. പെരിന്തൽമണ്ണയെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റുന്ന പദ്ധതിയോട് സഹകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്ന വ്യാപാര സംഘടനയെ നഗരസഭാ ചെയർമാൻ പി ഷാജി അഭിനന്ദിച്ചു. കടകളിലെ ശുചീകരണ പ്രവൃത്തികൾ മാർച്ച് 28 പൂർത്തിയാക്കുമെന്നും മാലിന്യമുക്ത യജ്ഞത്തിൽ വ്യാപാരികൾ തങ്ങളുടെ കടമ നിർവഹിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. കേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, ഇതെല്ലാം തന്നെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്മാരും, പ്രത്യേകിച്ചും ഈ നഗരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികളുമാണ്. നഗരസഭയുടെ എല്ലാവിധ സഹകരണങ്ങളോടുകൂടി നമ്മുടെ ഓരോ വ്യാപാര സ്ഥാപനവും അതിന്റെ പരിസരവും വൃത്തിയാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, പെരിന്തൽമണ്ണ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശ്രീവത്സൻ, യൂസഫ് രാംപുരം, PP സൈദലവി, ഷൈജൽ, ഒമർ ഷെരീഫ്, ഖാജ മുഹീദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മണ്ണാർക്കാട് ബ്ലോക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ബ്ലോക്കിലെ പ്രധാന അധ്യാപകർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അടുത്ത അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കേണ്ട മാർഗങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്തു. യുവാക്കൾ പഠനത്തിനും ജോലിക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്ന് ഉദ്ഘാടനം ചെയ്ത N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. തെക്കൻ ജില്ലകളിലൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകൾ കുട്ടികളുടെ കുറവുണ്ട്. അപ്പോൾ കുട്ടികൾ വേറെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകുന്നു. വിദേശ വിദ്യാഭ്യാസം വളരെ വലിയ തോതിൽ നമ്മുടെ മക്കളെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. വിദേശ വിദ്യാഭ്യാസം ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എല്ലാ കാലത്തും അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ട്രെൻഡ് അവിടെ പഠിച്ച് അവിടെ ജോലി നേടി, കഴിയുമെങ്കിൽ അവിടുന്ന് പൗരത്വവും നേടി, ചില മനുഷ്യപ്പറ്റുള്ള മക്കൾ പ്രായമായ
മാതാപിതാക്കളെയും കൂടി വരണം, ഇങ്ങോട്ട് പോന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു വലിയ മൈഗ്രേഷൻ, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കണക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ പറയുകയുണ്ടായി. വലിയ സംഖ്യയാണ്. ഒരു വർഷം എത്രയോ 100,000-ൽ പരം ആളുകൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. അതിങ്ങനെയാണ് ഈ പുറത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായി. അബ്രോഡ് സ്റ്റഡിക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഡിഗ്രിയും PGയും കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിയാവും. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യുവതയാണ്. ഇവിടെ കാനഡയിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയൊക്കെ പോയി സെറ്റിലായി കഴിഞ്ഞാൽ, UK പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരില്ല. അപ്പോൾ ഒരു തലമുറയെ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം, അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അവർക്ക് ആവശ്യമായ അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ കൊടുക്കാൻ കഴിയണം. ആ കോഴ്സിലൂടെ അവർക്ക് നല്ല ജോലി കിട്ടണം. എങ്കിൽ മാത്രമേ ഇവിടെ ഇന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള നമ്മുടെ ന്യൂജൻ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നൌഷാദ് ബാബു, രാജൻ ആമ്പാടത്ത്, സജ്ന സത്താർ, AO സി അബൂബക്കർ, SR ഹബീബുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ 1000-ലധികം ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. റംസാനും വിഷുവും പ്രമാണിച്ച് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ 1000-ലധികം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത നിർധനരായ 1000-ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. കച്ചവട താൽപ്പര്യങ്ങൾക്കപ്പുറം വ്യാപാരികൾ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണെന്ന് കുഞ്ഞാവു ഹാജി പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഒരു യൂണിറ്റിലെങ്കിലും ഇതേപോലെ റംസാൻ കിറ്റ് വിതരണം, ഓണക്കിറ്റ് വിതരണം, പെരുന്നാൾ കിറ്റ് വിതരണം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിതരണം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന. കുറച്ചൊന്നുമല്ല, എല്ലാവരും അത് മനസ്സരിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കാർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, കച്ചവടക്കാരെ ഇതൊക്കെ ചെയ്താലും ശരി, ഒരു വോട്ട് പോലും നിങ്ങളിൽ നിന്നാരും ചോദിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രാർത്ഥന മാത്രമാണ്. കച്ചവടക്കാരോടുള്ള ഒരു സ്നേഹവും പ്രാർത്ഥനയുമാണ് കച്ചവടക്കാർ ആവശ്യപ്പെടുന്നത്, മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കച്ചവടക്കാരൻ അവൻ്റെ ഒരു വിഹിതം, ആ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ച് അതിൻ്റെ വിഹിതം എടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, ഷാലിമാർ ഷൗക്കത്ത്, യൂസഫ് രാംപുരം, ലിയ കത്തലിഖാൻ, PP സൈദലവി, വാര്യർ എസ്ദാസ്, KP ഉമ്മർ, ഗഫൂർ വള്ളൂരാൻ, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, ഇലക്ട്രോ റഷീദ്, ഒമർ ഷെരീഫ്, കാജ മുഹയുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ, ജമീല ഇസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ വർഷവും മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ നൽകി വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിവേട്ട ശക്തമാക്കിയ എക്സൈസും പോലീസും. പാലക്കാട് മെത്താഫിറ്റമിനുമായി 2 പേർ അറസ്റ്റ്. ജില്ലയിൽ 20 ദിവസത്തിനിടെ ലഹരിക്കേസിൽ പിടിയിലായത് 333 പേർ. കരുവാരക്കുണ്ടിൽ കാറിൽ സൂക്ഷിച്ച 4000 പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വാണിയംകുളത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാരന് മർദ്ദനം. 3 പേർ അറസ്റ്റിൽ. ബൈക്കിലെത്തിയവർ ജീവനക്കാരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുലാമന്തൂർ പാലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിലേക്കും മരപ്പണിശാലയിലേക്കും പാഞ്ഞു കയറി അപകടം. ആളപായമില്ല. കാറും ഒരു ബൈക്കും ഷെഡും അപകടത്തിൽ തകർന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം. CPM വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ള വിതരണത്തിൽ വാട്ടർ അതോറിറ്റി അനാസ്ഥ കാണിക്കുന്നുവെന്ന് നേതാക്കൾ. ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനം. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് സാംസ്കാരിക ഘോഷയാത്ര. വെള്ളിയാർപ്പുഴയുടെ ഇരുവശവും വൻതോതിൽ കയ്യേറ്റം നടന്നതായി നാട്ടുകാർ.
പുഴ പലയിടത്തും തോടായി മാറിയിട്ടുണ്ടെന്നും കയ്യേറ്റങ്ങൾ കണ്ടെത്തി പുഴയെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.